കോട്ട മൈതാനത്തെ വേദിക്ക് സമീപത്ത് ഒരു സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ആംപ്ലിഫയർ കത്തി നശിച്ചു എന്ന് നേരത്തെ സാജിദ് പറയുന്നുണ്ടായിരുന്നു. സാജിദ് അജ്മൽ ഒരിക്കൽ കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാജിദ് സാജിദ്, അവിടെ ഈ പ്രവർത്തകർ നേരത്തെ തന്നെ ഇപ്പോൾ വേദി നേതാക്കളെ കൊണ്ട്, കേരളത്തിലെ നേതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ NDAയിലെ മുന്നണി കക്ഷി നേതാക്കളുണ്ട്. ഇപ്പം സാബു ജേക്കബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ മുൻനിരയിൽ കാണുന്നുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്? അവിടെ പ്രവർത്തകർ വലിയ ആവശ്യത്തിലാണോ? പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണോ അവർ? തീർച്ചയായും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും NDAയുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്കൊപ്പമായിരിക്കും ഇങ്ങോട്ടെത്തുക. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ, 2020യുടെ സാബു ജേക്കബ്, അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ ഘടകകക്ഷി നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളി അടക്കം ഉള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്. വേദിക്ക് താഴ്ഭാഗത്ത്, അതായത് ഈ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തെ ആംപ്ലിഫയറാണ് ഈ കത്തിയത്. ഇത് വലിയ പുക ഉയരുകയും വലിയ തോതിൽ ശബ്ദം വരികയും ചെയ്തു. ഇത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അതീവ സുരക്ഷയുള്ള ഒരു പരിപാടിക്കിടെയാണ് ഇത്തരം സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇത് ആംപ്ലിഫയറും മറ്റും ഇതിന്റെ പ്രശ്നം പരിഹരിച്ചു. ഉദ്യോഗസ്ഥരും പോലീസും എത്തി നിലവിൽ പ്രശ്നം എന്തായാലും പരിഹരിച്ചിട്ടുണ്ട്. ഈ വേദിക്ക് സമീപത്തെ താഴ്ഭാഗത്തായാണ് ഈ കത്തൽ ഉണ്ടാവുകയും ആംപ്ലിഫയർ പൂർണ്ണമായി കത്തിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. നിലവിൽ എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സാധാരണഗതിയിൽ വലിയ സുരക്ഷാ പരിശോധനയും മറ്റും ഉണ്ടാകും. അതും ഉണ്ടായിരുന്നു. പക്ഷേ ഓവർലോഡായി കത്തിപ്പോയി. അത് എന്നാലും തീർച്ചയായും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഓക്കെ, നന്ദഗോപാലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നന്ദഗോപാൽ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്ന് വരുന്ന വഴിയിലാണ് കാത്തു നിൽക്കുന്നത്. നന്ദഗോപാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും പീക്കായി നിൽക്കുന്ന ഒരു സമയമാണെന്ന് നമുക്കറിയാം. സ്വാഭാവികമായും നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും കേരളത്തിലെ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയും അദ്ദേഹം സംസാരിക്കുമെന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ പറയുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രണ്ടുപേരെയും ഒരേപോലെ ആക്രമിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാകും എടുക്കുക. പ്രവർത്തകരെന്താണ് പ്രതീക്ഷിക്കുന്നത് മോദിയിൽ നിന്ന്?